ഇന്നലെ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ ഒരു പ്രത്യേക യോഗം വിളിച്ചിരുന്നു. ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ യോഗം 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യോഗമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള യോഗമായിരുന്നു. ആ യോഗത്തിലെ ഒരു കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഏതാണ്ട് 7 മണിയായപ്പോഴും എനിക്ക് തോന്നുന്നു ആ യോഗം അവസാനിച്ചിട്ടില്ല. അത്ര സീരിയസ് ആയ മീറ്റിംഗ് ആയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് ലക്ഷ്യമിട്ട് സമഗ്രമായ പ്രചാരണ തന്ത്രം ആവിഷ്കരിക്കാൻ LDF ഒരുങ്ങുന്നു. വികസന നേട്ടങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും പറയാനാണ് തീരുമാനം. പ്രചാരണത്തിന് AI സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തണം. മന്ത്രിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. സർക്കാർ നേട്ടങ്ങളുടെ പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയും രൂപീകരിക്കും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, ചില ജില്ലകളിലൊക്കെ തന്നെ 2 മന്ത്രിമാരെ വരെ നിയമിക്കാനുള്ള തീരുമാനമൊക്കെ വന്നുവെന്ന് പറയുന്നു. എന്തായാലും 110 സീറ്റ് എന്ന് പറഞ്ഞ് ഞെട്ടിച്ചിട്ടുണ്ട്. 100 സീറ്റിൽ UDF നിൽക്കുമ്പോൾ ഞങ്ങൾ LDF ലക്ഷ്യം വയ്ക്കും 110. പറയൂ. ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ലക്ഷ്യ 2026 ലീഡർഷിപ്പ് സമ്മിറ്റിലൂടെ കോൺഗ്രസ് അവർക്ക് ലഭിക്കാവുന്ന സീറ്റുകളുടെ ഒരു പ്രൊജക്ഷൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള ഒരു ആസൂത്രണം, ഒരു ഒരുക്കം LDFിനുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ മുഖ്യമന്ത്രി നടത്തിയ യോഗം. ഏതാണ്ട് SKN സൂചിപ്പിച്ച പോലെ 3.5 മണിക്കൂർ നീളുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പൂർണ്ണ സമയം ഇരുന്നു. മുഖ്യമന്ത്രിയാണ് ഓരോ മണ്ഡലങ്ങളെ സംബന്ധിച്ച കൃത്യമായ ഒരു അവതരണം അവിടെ നടത്തിയത്. ജില്ലകൾ, മണ്ഡലങ്ങൾ തിരിച്ചുള്ള സൂക്ഷ്മമായിട്ടുള്ള വിലയിരുത്തലുകൾ ഈ യോഗത്തിലുണ്ടായി. ഒപ്പം മന്ത്രിമാർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി കേട്ടു. അതനുസരിച്ച് തയ്യാറാക്കിയ കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ വരുത്തി സമ്പുഷ്ടമാക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. എന്തായാലും 110 സീറ്റ് ലക്ഷ്യമിട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ പ്രചരണം, LDFിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറയണമെന്നാണ്. അതായത് വികസനം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വികസനവും അതിനൊപ്പം തന്നെ രാഷ്ട്രീയവും പറയണം. വികസനം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJP വിരുദ്ധ നിലപാടുകളൊക്കെ തന്നെ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമായിരിക്കും ആവിഷ്കരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രചരണ രീതി അവലംബിക്കുന്നതിൽ ചില പോരായ്മകൾ ഉണ്ടായി എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മതനിരപേക്ഷത, സെക്യുലർ വാല്യൂസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രചരണ തന്ത്രം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത്. അതാണ് വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറയുമെന്നുള്ള ഒരു നിലപാടെടുക്കാൻ കാരണം. ഇതോടൊപ്പം തന്നെ പ്രചരണത്തിന് എല്ലാവിധ സാങ്കേതികവിദ്യയുടെ പുതിയ സംഭവങ്ങളും ഉപയോഗിക്കാനുള്ള തീരുമാനമുണ്ട്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പ്രചാരണം ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.